ആവേശത്തിന്റെ ഒരു തുടികൂട്ടുകയാണ് കാളിദാസ്. കാളിദാസ് സ്വാഭാവികമായിട്ടും ആ ഒരു ആവേശത്തിൽ അലിയുമ്പോൾ നമ്മളെല്ലാം ആവേശത്തോടുകൂടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇവിടെ നമുക്കൊപ്പം ഒരു വിശിഷ്ടാതിഥിയുണ്ട്. അദ്ദേഹം നമുക്കറിയാം നമ്മുടെ കേരള വിഷൻ ന്യൂസിന്റെ എല്ലാ യാത്രകളിലും ഒപ്പം നിൽക്കുന്ന ധനലക്ഷ്മി ഗ്രൂപ്പ്, ആ ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ സാരഥി ബൈജു എസ് ചുള്ളിയിലാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ബൈജു സാറേ നമസ്കാരം. നമസ്കാരം. യാദൃശികമായിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഇപ്പോ വടക്കുന്നാഥന്റെ മുന്നിൽ നിന്ന് കാണുന്നത്. അപ്പോ മണലൂരാണ്, തൃശ്ശൂർ ജില്ലയിൽ മണലൂർ എന്ന് പറയും. ഒരു തൃശ്ശൂർക്കാരൻ എന്നുള്ള രീതിയിൽ അതിനല്ലേ സ്ലാങ് അല്ലേ, തൃശ്ശൂർക്കാരൻ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഈ ഒരു പൂരത്തിന്റെ ആവേശത്തെ ബൈജു സാറാണ്? തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ആദ്യമേ നമുക്കൊരു പൂരാശംസ പറയാം. അത് എന്റെയും ധനലക്ഷ്മി ഗ്രൂപ്പിന്റെയും ഒരു പൂരാശംസകളോട് നമ്മൾ തുടങ്ങാണ്. അത് തന്നെ, അതെ, ഒരു പൂരാശംസകൾ നമ്മള് ധനലക്ഷ്മി ഗ്രൂപ്പിന്റെയും എന്റെ വ്യക്തിപരമായിട്ടും എല്ലാ പൂരപ്രേമികൾക്കും പൂരത്തിന്റെ പൂരാശംസകൾ. ഇനി പറഞ്ഞോളൂ. തീർച്ചയായിട്ടും സാറ് എന്തായാലും ഒരു തൃശ്ശൂർക്കാരനാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ പൂരം കാണാൻ വരാറുണ്ട്, അല്ലാതെ തന്നെ ഇവിടെ വരാറുണ്ട്. ഏകദേശം 40 വർഷമായിട്ട് കണ്ടിന്യൂസ് പൂരം കണ്ട ഒരാളാണ് ഞാൻ. 40 വർഷത്തോളമായി. ശരിക്കും നമ്മുടെ ലൈവില് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് വിവരിക്കാൻ പറ്റിയാണ് സാറാണ്. 40 വർഷമായിട്ട് ഞാൻ എല്ലാ കൊല്ലവും ഇവിടെ പൂരം കാണാൻ വരും. അതില് ചെറിയൊരു പ്രവാസ ജീവിതം ഉണ്ടായിരുന്നു, ആ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരിക്കും. അത്രേ ഉള്ളൂ. ശരിക്കും ഈ ഒരു പൂരം കാണുമ്പോൾ ആ 40 വർഷം മുൻപ്, അത് കുട്ടിക്കാലമായിരിക്കുമല്ലോ, സ്വാഭാവികമായിട്ടും ആ കുട്ടിക്കാലത്തൊരു കാഴ്ചയുണ്ടാവും നമ്മുടെയൊക്കെ മനസ്സിൽ ആവേശം നിറയ്ക്കുന്ന ഒരു കാഴ്ച. ആ ഒരു ഓർമ്മ എങ്ങനെയാണ്? അതെന്ന് വെച്ചാല് ഏകദേശം ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ പൂരത്തിന് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് നമ്മൾ ഒറ്റയ്ക്ക് വരുമ്പോൾ വീട്ടുകാരുടെ എതിർപ്പുണ്ടാവും. കാരണം അത്ര ക്രൗഡായിരുന്നു ഇവിടെ. ഇതേമാതിരി വാഹന സൗകര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പൊ വന്നതിന് ശേഷം നമ്മൾ എപ്പോൾ തിരിച്ചെത്തുന്ന അമ്മയ്ക്ക് അച്ഛനൊന്നും അറിയില്ല. ആ ഒരു പേടി. പക്ഷെ അന്ന് മുതൽ നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആവേശം ഓരോ കൊല്ലവും നമ്മൾ ഈ 40 വർഷത്തിന്റെ യാത്രയിൽ നമ്മൾ നോക്കുമ്പോൾ പൂരത്തിന്റെ ആവേശം കൂടി വരികയാണ്. വളരെ നല്ല ഓർമ്മകളാണ്. 40 വർഷം എന്ന് പറഞ്ഞാൽ നല്ല ഓർമ്മകളായിട്ട് നമ്മൾ മുന്നോട്ട് പോയുള്ളത്. പിന്നെ സ്വാഭാവികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൃശ്ശൂർക്കാരന്റെ അഹങ്കാരമാണ് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ. അതിൽ യാതൊരു സംശയമില്ല. ലോകത്തെ എവിടെയും അത് പൂരപ്രേമികൾ, ഒരു തൃശ്ശൂർക്കാരന്റെ സ്വകാര്യ അഹങ്കാരം ഉണ്ടല്ലോ, അത് നമുക്ക് തൃശ്ശൂർക്കാർക്ക് അനുഭവിച്ചുള്ളൂ. കാരണം കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് നമ്മൾ ഈ പൂരപ്പറമ്പിൽ നിന്ന് നമ്മൾ പറഞ്ഞു പിരിയാണ്. ഇനി അടുത്ത കൊല്ലം കാണണ്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനോട് മുഴുവൻ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പിരിയുക. പിന്നെ അതിന് കാത്തിരിപ്പാണ്. ഈ 12 മാസത്തെ കാത്തിരിപ്പാണ് ഇന്ന് നമുക്ക് സഫലമായി കിട്ടിയിട്ടുള്ളത്. ഇത് തന്നെയാണ് നമ്മുടെ തൃശ്ശൂർക്കാരൻ്റെ ഒരു എന്താ പറയാ, തൃശ്ശൂർക്കാരൻ്റെ ഒരു വികാരമാണത്. കാളിദാസ് വലിയൊരു ആനപ്രേമിയാണ്. അപ്പോ കുറച്ച് ചോദ്യങ്ങൾ ആനയുമായി ബന്ധപ്പെട്ട് ആനപ്രേമി. നമ്മുടെ രാമചന്ദ്രൻ, മറ്റേ ശിവകുമാർ അല്ലെങ്കിൽ രാമേന്ദ്രൻ, ഇത് കവിഞ്ഞ് വേറെ ആനകളൊന്നും വന്നില്ലെന്ന് പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഗുരുവായൂർ കേശവനെ കുറിച്ച് അല്ലേ. പൂരത്തിൽ വരുമ്പോ അത് ആ പിക്ചർ മാറിപ്പോവും മൊത്തത്തില്. നിങ്ങൾ നോക്കിയാ ഈ പൂരപ്പറമ്പ് മുഴുവൻ നോക്കിയാൽ ഇതിവിടെ മുഴുവൻ തൃശ്ശൂർക്കാരായിരുന്നില്ല. പൂരപ്രേമികളെ കൊണ്ട് ഇന്നലെ രാത്രി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ എന്താ ആളുകൾ ഇങ്ങനെയെന്ന് നമ്മൾ വിചാരിക്കില്ലേ. ഒഴുകായിരുന്നു ആൾക്കാര്. അതാണ് ആവേശം. പല ഭാഗത്ത് അവർക്ക് ചിലപ്പോൾ താമസ സൗകര്യം പോലും ആയിട്ടുണ്ടാവില്ല, പക്ഷെ ആസ്വദിക്കാനായിട്ട് പല ഭാഗങ്ങളിലും ഓരോ ഭാഗങ്ങൾ അവർക്ക് ഉറക്കമില്ല, ഊണില്ല, ഉറക്കമില്ല, പൂരം കണ്ടാൽ മതി. അതിനായിട്ട് ഇന്ന് നാളെ ഉച്ചോടുകൂടി ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ ആളുകളെ, ഞങ്ങളടക്കം. പൂരം മുഴുവൻ കണ്ടിട്ട് പോകും. എല്ലാം കണ്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ. എല്ലാം കണ്ടിട്ട്. അപ്പോ സാറിന്റെ ഇഷ്ടപ്പെട്ട ആന ഏതാന്ന് ഞാൻ ചോദിക്കുന്നത്? അല്ല, എല്ലാ ആനകളും നമുക്ക് ഇഷ്ടമാണ്. തൃശ്ശൂർക്കാരനോട് അത് രാമേന്ദ്രൻ തന്നെ നമ്മൾ പറയുള്ളൂ. അല്ല, പക്ഷെ ചിലപ്പോ തൃശ്ശൂർക്കാർ പറയും ഏതാണെന്നറിയോ, തലയെടുപ്പുണ്ട് രാമൻ, നഖത്തിന്റെ എണ്ണം വെച്ച് ഇന്ന ആന അല്ലേ, കൃത്യമായി വിഭാഗം തിരിച്ചു പറയും. കാരണം അറിയാം പെട്ടെന്ന് ആനകളുടെ ഒരു സംഗമം നാട് തന്നെ പറയാം തൃശ്ശൂർ. നമ്മൾ രാവിലെ ഈ ഫ്രെയിം നമ്മുടെ കേരള വിഷൻ ന്യൂസിന്റെ ഫ്രെയിം ആദ്യം ഓണാക്കിയ സമയത്ത് നമ്മുടെ ഫ്രെയിമിൽ ഫസ്റ്റ് പതിയുന്നത്, ഏറ്റവും ആദ്യം പതിയുന്ന രംഗം എന്ന് പറയുന്നത് 9 ആനകളുടെ കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്ത് ആ വരവാണ്. അതെ, ഐശ്വര്യം. അതും ഈ ഗോപുരാടയിലേക്ക് നോക്കിയാൽ അറിയാം. ഈ ഗോപുരാടെന്നല്ല, ഈ 4 വശങ്ങളും ആളുകൾ ഇങ്ങനെ ചുറ്റിപ്പെട്ട് നിൽക്കുക. നമ്മൾ ഈ തെക്കേ ഗോപുരാണല്ലോ നിൽക്കുന്നത്. ഇതിന്റെ 4 വശത്ത് ആളുകൾ നിറഞ്ഞു നിൽക്കാന്ന് ആവേശം. പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞാൽ ചൂട് വരും, അല്ലെങ്കിൽ മഴയുണ്ടാവും. ഇതൊന്നും
പൂരപ്രേമികൾക്ക് ഒന്നും ഏൽക്കില്ല. ഒന്നും ആളുകൾ പൊരിവെയിലത്തും പോവാ മാറാൻ തയ്യാറാവില്ല. ഇല്ല അത് മാറില്ല, അതൊരിക്കലും മാറില്ല. കാരണം അത് എന്തിട്ട് വെയിലടാ. അതാണ് അവസ്ഥ. എന്ത് വന്നാലും കുഴപ്പമില്ല, നമ്മൾ തൃശ്ശൂർ പൂരം കണ്ടിട്ട് പോളോ. മറ്റൊന്ന്, നമ്മൾ ഈ പൂരത്തെ കുറിച്ച് പറയും പോലെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ധനലക്ഷ്മി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കേരള വിഷൻ ന്യൂസിന്റെ ഓരോ യാത്രയിലും നമ്മുടെ ഒരു കുടുംബാംഗമാണ്. ആ കുടുംബമാണ് നമ്മളിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കേരള വിഷൻ ന്യൂസും ധനലക്ഷ്മിയും എന്ന് പറയുന്നത് അങ്ങനെ വേർപിരിയാനാവാത്തൊരു ആത്മബന്ധമുള്ള ഒരു കുടുംബമാണ്. ഇന്ന് ധനലക്ഷ്മി ഗ്രൂപ്പ് വലിയ 5 വർഷം കൊണ്ട് 138 ബ്രാഞ്ച് എന്നാണ് എന്റെ ഒരു ധാരണ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും ആ ഒരു വളർച്ചയുടെ പടവുകളിലേക്കാണ്. എങ്ങനെയാണ് ഈ ഒരു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഇത്രയും ജനങ്ങളുടെ ഒരു വിശ്വാസ്യത പിടിച്ചു പറ്റാൻ? വിശ്വാസം തന്നെ. നമ്മൾ വേറെ ഏതോ ഒരു വിശ്വാസം അത് തന്നെയാണ് എല്ലാം. അതെ. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ നമ്മുടെ ചെയർമാനുണ്ട്. അതേപോലെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ആളുകൾ, അതേപോലെ സ്റ്റാഫ്സ് വളരെ കഠിന പ്രയത്നം കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ നിലയ്ക്ക് ഇവിടെ എത്തിയിട്ടുള്ളത്. അതിൽ ചെയർമാന്റെ ഇച്ഛാശക്തി. എന്തിനും ഒരു നെടുന്തൂണ് വേണമല്ലോ, എന്തിനും ഒരു നെടുന്തൂണ് വേണം. ആ ചെയർമാനും സാരഥികളും തീർച്ചയായിട്ടും ചെയർമാനും സാരഥികളും ഒപ്പം നിൽക്കുന്ന നമ്മുടെ സ്റ്റാഫുകളുടെ എഫർട്ട് വളരെ വലുതാണ്, വളരെ വലുതാണ്. പിന്നെ ജനങ്ങളുടെ ഒരു വിശ്വാസം, ആ വിശ്വാസം നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. ഈ 5 വർഷം കൊണ്ട് നമ്മൾ ആ വിശ്വാസം പരിപൂർണമായിട്ട് നമ്മൾ നേടിയെടുത്തു. ധനലക്ഷ്മിയുടെ പുതിയ എന്തെങ്കിലും പാക്കേജുകളോ പദ്ധതികളോ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവില്ല, എന്താണ്? ആഗസ്റ്റ് 24 നമ്മൾ 5ാം വാർഷികം വരുന്നുണ്ട്. പല സമയങ്ങളും നമ്മൾ വാർഷികങ്ങളിലേക്ക് സമൂഹം മുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന്റെ നമ്മൾ ഈ ആഗസ്റ്റ് 24 നിങ്ങൾക്ക് ഒരു റിപ്പോർട്ട് വരും, ഞങ്ങൾ ഇന്നത് ചെയ്യും അല്ലെങ്കിൽ ഇന്നത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് ഈ വേളയിൽ നമ്മൾ പറയുന്നില്ല. അതിന്റെ എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം എന്താണെന്ന് പറയുക, ധനലക്ഷ്മിയുടെ ആസ്ഥാനം ഉണ്ടല്ലോ. ഞാൻ സാർ ആദ്യം കണ്ട ഒരു നിമിഷം, അന്ന് ഞാൻ അവിടെ വരുന്ന സമയത്ത് ആണ് ആ വിവാഹം. ഒരുപാട് മനുഷ്യർ, 101 പേരുടെ വിവാഹമാണ്. അതെ, തിരുവനന്തപുരം. അത് അന്നാണ് അനൗൺസ് ചെയ്യുന്നത്. അതെ. നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് ഇത്രയും നന്മ ചെയ്യുക. കാരണം കേവലം ഒരു ബിസിനസ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് സമൂഹത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരുപാട് നന്മകളുണ്ട്. ഇനി മറ്റു സംരംഭകർ കൂടി മാതൃകയാവണം. തീർച്ചയായിട്ടും ചാരിറ്റി എന്ന് പറഞ്ഞാൽ എന്തിനും നമുക്കൊരു സേവനം ചെയ്യണല്ലേ, അത് ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെയർമാനായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ചൂരൽമലയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാന്നുള്ള ഒരു പദ്ധതിയായിട്ട് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അതല്ലേ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഈ സമയത്ത് നമുക്ക് പറയാനുള്ള. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ഒരു കൈത്താങ്ങ് അത് ധനലക്ഷ്മിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇപ്പൊ കൂടുതൽ ബ്രാഞ്ചുകൾ ഇനി അടുത്ത ഈ ഒരു സാമ്പത്തിക വർഷത്തെ ലക്ഷ്യം എന്താ? നമുക്കിപ്പോ നമ്മുടെ ടേൺ ഓവർ കൂട്ടി വളരെ മുന്നോട്ട് കമ്പനീനെ എത്തിക്കുക എന്നുള്ളതാണ്. പല പദ്ധതികളും നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പല പദ്ധതികളും. അത് ആഗസ്റ്റ് 24 നിങ്ങൾക്ക് അത് ഒഫീഷ്യലായി ഇപ്പൊ അത് സസ്പെൻഡ്. നമ്മുടെ കുടമാറ്റത്തിന്റെ അവസ്ഥ പറഞ്ഞ പോലെയാണ്. അതായത് ചില കാര്യങ്ങൾ നമുക്ക് സമയത്തിൽ പക്ഷെ എന്നാലും ചില സസ്പെൻസുകൾ എന്താണ്, ധനലക്ഷ്മി ചില സസ്പെൻസുകൾ അവരുടെ പദ്ധതികളിൽ പ്രഖ്യാപിക്കുന്നു. ഒപ്പം എപ്പോഴത്തതും പോലെ ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പുതിയ തലം എന്തായിരിക്കും എന്നുള്ളത് അന്ന് ആഗസ്റ്റ് 24 മുന്നേ നിങ്ങൾക്ക് റിപ്പോർട്ട് തരും. ഇതാണ് ധനലക്ഷ്മി ചെയ്യാമോ എന്ന്, ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കും, ഇന്ന കാര്യം ചെയ്തേ പറ്റൂ. ഏതായാലും തൃശ്ശൂർക്കാരനാണ്, നമ്മുടെ കുടുംബാംഗമാണ്, ആ ധൈര്യം നമുക്കുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഒരു ജ്യേഷ്ഠ സഹോദരനാണ് ബൈജു സാറായാലും ധനലക്ഷ്മിയുടെ മറ്റ് സാരഥികളായാലും ചെയർമാൻ അടക്കമുള്ളവരായാലും ഒരു ജ്യേഷ്ഠ സഹോദരങ്ങളാണ്. ഈ കുടുംബത്തിൽപ്പെട്ട ആളുകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ചോദിക്കാൻ. തൃശ്ശൂർക്കാരനായോണ്ട് ഒരു പൂരപ്പാട്ട് പാടില്ല നമുക്ക്. പാട്ടിനോട് നമ്മള് വലിയ പോയാൽ ഫുള്ള് ആസ്വാദനം. എന്തായാലും തൃശ്ശൂർക്കാരനാണ് ഞാൻ. ഇതും കൂടെ ഒന്ന് ചോദിക്കുക. ഇപ്പം എലഞ്ഞിത്തറ മേളമുണ്ട് ഇന്നിപ്പം കുറെ പുതിയ മേളപ്രമാണിമാര് വന്ന കൊല്ലം കൂടാണ്. അപ്പം ഇനിയുള്ള ഇക്കൊല്ലത്തെ എലഞ്ഞിത്തറ മേളം എത്തരത്തിലായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? കഴിഞ്ഞ കൊല്ലത്തെ സംശയം വേണ്ട. കാരണം എല്ലാ കലാകാരന്മാരും അവരുടെ പ്രാഗൽഭ്യം അല്ലെങ്കിൽ അവരെ ഇത് തെളിയിക്കുന്ന ഒരു സന്ദർഭമല്ലേ ഇത്. അത് അവര് പൊരിച്ചു കയറും. അപ്പം നമ്മളെ കാണും.
ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് തന്നെ പോകുള്ളൂ. എന്തായാലും മേളം കണ്ടിട്ട് എല്ലാം നാളെ ഉപചാരം ചൊല്ലി പിരിഞ്ഞിട്ട് നാളെ ഇനി 12 മണിക്ക് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് കറങ്ങി ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി ഒന്ന് അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുള്ളൂ. ആ സമയത്ത് വീണ്ടും കാണണം. തീർച്ചയായിട്ടും ഒഴിഞ്ഞു കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. അത്രേ ഉള്ളൂ. പൂരപ്പറമ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് മാത്രമായിട്ടുള്ള ഒരു ചടങ്ങുണ്ട്. ഇത് മൊത്തം എല്ലാവരും പോയോന്ന് അറിയണ്ടേ, അതുവരെ നമ്മൾ ഇവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും. എന്തായാലും നമ്മുടെ കേരള വിഷൻ ന്യൂസിന്റെ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ പൂരം ആശംസകൾ ഒന്ന് സാറിന് ഔദ്യോഗികമായിട്ട് നേരുന്നത് നല്ലതായിരിക്കും. ഒരിക്കൽ കൂടി നമ്മുടെ തെക്കേ ഗോപുരം നടന്നതിൽ നമ്മൾ സംസാരിക്കുകയാണ്. എല്ലാവർക്കും, എല്ലാ പൂരപ്രേമികൾക്കും, നമ്മുടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ തൃശ്ശൂർക്കാർക്ക് അത് നിർബന്ധമുണ്ടാ, തൃശ്ശൂർക്കാർക്ക് തൃശ്ശൂർ പൂരത്തിന്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എന്റെയും ധനലക്ഷ്മിയുടെയും പൂരാശംസകൾ. തീർച്ചയായും ഞങ്ങളുടെ വകയും ധനലക്ഷ്മി ഗ്രൂപ്പിലെ എല്ലാവർക്കും ഞങ്ങളുടെ വകയും ഹൃദയം നിറഞ്ഞ പൂരമാശംസകൾ നേരുകയാണ്. അപ്പോൾ ഇനിയും കാണണം, ഇനി ഉണ്ടാവണം. അതെ, തീർച്ചയായിട്ടും. അതെ, ഒപ്പം ധനലക്ഷ്മിയുടെ മുന്നിലും പിന്നിലും ഉണ്ട്. തീർച്ചയായിട്ടും. അത് പ്രത്യേകിച്ച് പറയാണ്ട് മീഡിയസ് ആണ് ശക്തി. എപ്പോഴും കൂടി ഉണ്ടാവും എന്നുള്ളത് ഒരു ഉറപ്പ് ഞങ്ങളും തരികയാണ്. അപ്പൊ വീണ്ടും കാണാം സാർ. എന്തായാലും ഹൃദയം നിറഞ്ഞ ആശംസകൾ. തീർച്ചയായിട്ടും. ഇപ്പോ ബൈജു എസ് ചുള്ളിയിലാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേർന്നത്. അദ്ദേഹം കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ പൂരം ഓർമ്മകൾ കഴിഞ്ഞ 40 വർഷമായി അദ്ദേഹം പൂരം കാണാൻ വരുന്നു. കുട്ടിക്കാലം മുതൽ ഇങ്ങോട്ട് വരെയുള്ള കാലഘട്ടം. ഒപ്പം തന്നെ കേരള വിഷൻ ന്യൂസിന്റെ ഒരു കുടുംബമായിട്ടുള്ള ധനലക്ഷ്മി ഗ്രൂപ്പ്, ഏറ്റവും ശക്തമായ കുടുംബമാണ് ധനലക്ഷ്മി ഗ്രൂപ്പ്. ആ ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിനിടെ 138 ബ്രാഞ്ചുകൾ തുടങ്ങിയ ആ ഒരു കരുത്തുറ്റ കുതിപ്പ്, അതെല്ലാം തന്നെ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്ന ഒരു രീതിയിലേക്കാണ് അദ്ദേഹത്തിന്റെ ഒരു സംസാരം നമ്മൾ കേട്ടത്. ഇനിയും പൂരവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഇവിടെ ആളുകൾ ഇങ്ങനെ